പുഞ്ചിരിമുട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വരെ പോയി. അവിടെ നമ്മുടെ സുരക്ഷാ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ക്യാബിനറ്റ് സബ് കമ്മിറ്റി യോഗം കൂടി തീരുമാനമനുസരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്ന ടീമൊക്കെ സുസജ്ജമായി തന്നെ ആ എല്ലാ ഘടകങ്ങളെയും പൂർണ്ണമായി യോജിപ്പിച്ചുകൊണ്ടുള്ള അർപ്പണബോധത്തോടുള്ള പ്രവർത്തനം നടക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആ സങ്കട കഥകൾക്കിടയിലാണ് ഒരു കുളിർമഴ പോലെ പടവെട്ടിക്കുന്നിൽ 4 പേരെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന വാർത്ത. അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ആവശ്യമാണെങ്കിൽ അവരെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാനും ആലോചിക്കുന്നുണ്ട്. അവർ ഈ പ്രദേശത്തേക്ക് ആൾക്കാർ എത്തിക്കഴിഞ്ഞില്ലേ? അവർ കണ്ടുപിടിച്ചു. അവരെ പിക്കപ്പ് അവിടുന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ഇനി അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന നടപടിയാണ് പുരോഗമിക്കുന്നത്. ഇനി ആശുപത്രിയിൽ എത്രയാണ്, എന്തുതരം ചികിത്സയാണ് വേണ്ടത്, വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങളും ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ് ജില്ലാ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്.